വിദ്യാദദാതി വിനയം വിനയാദദാതി പാത്രത്വാം പാത്രത്വാധനമാപ്നോതി ധനാധർമ്മം പരം സുഖം എന്ന് പറയുമ്പോൾ വിദ്യ കൊണ്ട് വിനയവും, വിനയം കൊണ്ട് നല്ല സൽസ്വഭാവവും, സ്വഭാവം കൊണ്ട് സമ്പത്തും, എല്ലാ ഐശ്വര്യങ്ങളും നേടാൻ പറ്റും എന്നതാണ്. ആ ഐശ്വര്യങ്ങൾ നമ്മൾ ദാനം ചെയ്തുകൊണ്ട് പുണ്യം ആർജിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷമായിരിക്കുകയാണ്. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം, അതിൻ്റെ കൂട്ടത്തിൽ നല്ല സംസ്കാരം ഒരു വ്യക്തിക്ക് വന്നു കഴിയുമ്പോൾ അവൻ ആഗ്രഹിച്ചതായ സമ്പത്തോ ഐശ്വര്യങ്ങളോ എന്തൊക്കെയാണോ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് സാമാന്യമായിട്ട് വേണ്ടത് അതൊക്കെ വന്നു ചേരുമെന്നാണ്. ആ വന്നു ചേർന്ന് കഴിയുമ്പോൾ അതെന്താ, ഒരു പങ്ക് ദാനം നൽകാനുള്ളത് എന്നതാണ്. അതും ഓർത്ത് മനസ്സിലാക്കി അത് ദാനം ചെയ്ത്, വെള്ളം കെട്ടിക്കിടന്നാൽ ചീത്തയാവുള്ളൂ, വെള്ളം ഒഴുകണം എന്നാണ് പറയാം. അതേപോലെ ലക്ഷ്മി ഒഴുകുമ്പോഴാണ് ലക്ഷ്മി വീണ്ടും വരികയാണ്. അപ്പോൾ ഈ കിട്ടണ സമ്പത്തും ഐശ്വര്യമൊക്കെ പാവപ്പെട്ടവർക്ക്, ആവശ്യക്കാർക്ക്, അതേപോലെ കഷ്ടതകളുള്ളവർക്ക് കൊടുക്കാൻ സന്മനസ്സുകൂടി ഉണ്ടാവണം. അത് ധനാധർമ്മം പരം സുഖം, അത് ഏറ്റവും ആനന്ദത്തിന് കാരണമായി തീരണം എന്നാണ്.